ഓക്കെ 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 ശരി. കേൾക്കുന്നുണ്ടല്ലോ? ഞാനത് ഹോസ്റ്റിംഗ് ചേഞ്ച് ചെയ്യുവാണേ. ഓക്കെ ചെയ്തോ. കുട്ടികളൊന്ന് ആഡ് ചെയ്തേക്കണം കേട്ടോ. ചെയ്തേക്കാം. ശരി, ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഞാൻ പറയണ കേക്കണ്ടല്ലോ അല്ലേ? ഓക്കെ. എനിക്ക് കുറച്ച് റേഞ്ച് പ്രോബ്ലം വന്നു തോന്നണം. കണക്ട് ആയി കിട്ടണ്ടായിരുന്നില്ല. ഇപ്പഴാണ് ശരിയായത്. ഹലോ ഹലോ, കേക്കാവോ? കേക്കാം. മാം എടുക്കാൻ തുടങ്ങിയായിരുന്നോ? ഇല്ല ജോയിൻ ആയതേ ഉള്ളൂ. എല്ലാരും വരുന്നതേ ഉള്ളൂ. ആ ഓക്കെ മാം. എനിക്ക് ഇവിടെ റേഞ്ചിന്റെ കുഴപ്പമുള്ളതുകൊണ്ടേ കേറാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. തുടങ്ങും. കുറച്ചുപേര് എൻ്റർ ചെയ്തോണ്ടിരിക്കണം. ഓക്കെ. അപ്പം വർക്ക് എനർജി പവർ എന്തായി? വല്ലൊക്കെ നോക്കി തുടങ്ങിയോ? ഇന്ന് കുറച്ച് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായില്ലേ, അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ന്. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട് എനർജിയുടെ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഏത് പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ. എല്ലാവരുടെയും കയ്യിൽ ഒരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചോ. ബുക്കും പേന എടുത്ത് വെച്ചോ. പ്രോബ്ലംസ് ചെയ്യേണ്ടതാണ്. നമുക്കെന്നാ പതുക്കെ തുടങ്ങാം. സാറേ സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ നമ്മളുടെ ആ നോട്ട്സ് നമ്മൾ എടുത്തോണ്ടിരുന്ന വെച്ചാൽ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ആ ക്വസ്റ്റ്യൻസും ഇന്നൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ബാക്കി പോർഷനും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മ എനർജിയുടെ കാര്യം പറഞ്ഞു. 2 ടൈപ്പ് എനർജി ഉണ്ട്. എനർജി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അല്ലെ? ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. നമ്മൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് എനർജീസ് ആണ് നോക്കിയത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഓക്കെ, നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി എപ്പോഴാണ് നമുക്ക് ഉണ്ടാവണത്? മോഷനിലിരിക്കുമ്പോ, അല്ലെങ്കിൽ മൂവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. മൂവിങ് ഓബ്ജക്ട്സിനകത്ത് കൈനറ്റിക് എനർജി പ്രൊസസ് ചെയ്യണത്. ഹലോ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കോ, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം 2 ടൈപ്പ് എനർജീസ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എപ്പോഴാന്ന് പറഞ്ഞു? മോഷനിലാണ്, മൂവ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉള്ളപ്പോഴാണ് കൈനറ്റിക് എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് വരുന്നത്? സ്റ്റോർഡ് എനർജി ആണ്. സ്റ്റോർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുന്ന ഓബ്ജക്ട്സിനായിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ എനർജി വരാം. സോ അത് നമ്മൾ നോക്കി. പിന്നെ ഇനി വരുന്നത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. Ke is equal to half mv². അതിൽ m എന്തായിരുന്നു? m എന്ന് പറയണത് മാസ് ആണ്. ആൻഡ് v എന്ന് പറയണത് എന്തായിരുന്നു? വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോ ഈ മാസിന്റെയും
വെലോസിറ്റിയുടെ സ്ക്വയറിന്റെയും പ്രോഡക്റ്റ് അതിന്റെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. ഇതൊന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ഓക്കെ, സോ അത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇനി വരുന്നത് എന്താണ് വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല് സ്റ്റോർഡ് എനർജി ആന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ആണ് ഈ പിക്ചറിൽ കാണിച്ചേക്കണത്. ഇപ്പം സ്പ്രിങ്ങിന്റെ കേസ് എടുത്താല് അത് എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ വലിച്ചൊക്കെ വിട്ടാലും എങ്ങനെ തന്നെ അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെ അത് തിരിച്ചെത്തും. അതിനർത്ഥം എന്താ? അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റോർഡ് എനർജി ഉണ്ട്. അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് തുടക്കത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ആ എനർജി ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പൊസിഷൻ എനർജി ഓഫ് പൊസിഷൻ. ഓക്കെ, ഇനി വേറൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അത് ഒരാളുടെ പൊസിഷൻ വെച്ചിട്ടാണ് പറയാം. അതായത് നമ്മളുടെ എർത്തില് ഏതൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ആ ഒബ്ജക്റ്റിന് എന്ത് എനർജി ഉണ്ടാവും? എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുവാണ്, എർത്തിന്റെ മുകളിലാണല്ലോ ഈ പറഞ്ഞ മരങ്ങളും ചെടികളും നമ്മളും എല്ലാവരും നിക്കണത്. എന്തുകൊണ്ടാണ് നമ്മള് പറന്നു പോവാണ്ട് നിക്കണത് എന്ന് വെച്ചാല് എർത്തിന്റെ മുകളിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതെ, അതായത് നമ്മളുടെ എർത്തിന്റെ ഒരു സെന്ററിലായിട്ട് എല്ലാ ഓബ്ജക്ട്സിനെയും അട്രാക്ട് ചെയ്ത് നിർത്തുന്നുണ്ട് എർത്തിന്റെ സെന്ററിലേക്ക്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞാലും അത് നേരെ താഴത്തേക്ക് തിരിച്ചു വരുന്നത്. കാരണം എന്താ? എർത്തിന്റെ മുകളിൽ നിന്ന് ഒരു സാധനം മുകളിലേക്ക് പോയാല് എർത്ത് എന്ത് ചെയ്യും? അത് നേരെ അട്രാക്ട് ചെയ്ത് അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരും. ഈ എർത്തിന്റെ മുകളിൽ നിൽക്കാൻ കാരണം. ഇനി ഇവിടെ അപ്പൊ നമുക്ക് എന്ത് എനർജി ഉണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, നമ്മൾ നിൽക്കണ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം വെച്ചിട്ടാണ് ആ പൊട്ടൻഷ്യൽ എനർജി വരിക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതൊരു സ്പെഷ്യൽ പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്തുകൊണ്ടാണ് വരിക? പൊസിഷൻ കൊണ്ടാണ്. ഓക്കെ, അതിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? എർത്ത് എപ്പോഴും ഒരു ബോഡീനെ അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യും. സോ അതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ എനർജി എന്ന് പറയും. പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് എനർജി ആണ്. ഓക്കെ, അതേപോലെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഇരുന്നാല് നമ്മള് അതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കും. അപ്പോ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ആ ഒരു ബോഡിയുടെ വെയിറ്റ് ഇൻറ്റു അതിന്റെ ഹൈറ്റ്. അത് എത്ര ഹൈറ്റിലാണ് ഇരിക്കണത് ഇൻറ്റു അതിന്റെ വെയിറ്റ്, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ആ ഇക്വേഷൻ ആണ് mgh എന്ന് പറയണത്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും പ്രോബ്ലം ഉണ്ട്. എല്ലാരും പേന എടുത്തേ, പേന എടുത്തേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റെഡി അല്ലേ? ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതണ്ട. നിങ്ങള് ഇതിനകത്ത് ഗിവൺ ടേംസ് എഴുതി എനിക്ക് ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് എ 60 kilogram ഗേൾ ഓൺ കിസ് ട്രാവലിംഗ് അറ്റ് 20 meter/second? അതെന്താണ്? നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ? ഉണ്ടല്ലേ, ദാറ്റ് ഇസ് 60 kilogram. അപ്പൊ 60 kg മാസ് തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കണ സാധനമാണ് വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 20 meter/second. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½ mv².
അതിൽ നമുക്ക് ആവശ്യമുള്ളത് ആരെയൊക്കെ ആയിരുന്നു? മാസും വേണമായിരുന്നു, വെലോസിറ്റിയും വേണമായിരുന്നു. നമുക്ക് മാസും ഉണ്ട്, വെലോസിറ്റിയും ഉണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആൻസർ എനിക്ക് കണ്ടുപിടിച്ച് വന്നേ. 24,000 joules. Velocity 20 square 400. 400 into 60. 24,000 joules. 24,000 ജൂൾ. ഓക്കെ, പക്ഷെ അവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 കൂടെ ഇല്ലേ? അപ്പോ 12,000 joules. 12,000 ആണോ? 12,000 ആണ് ആൻസർ. ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. നമ്മൾ ഇക്വേഷന്റെ അകത്ത് ഇതിനെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണല്ലോ. അതായത് ഹാഫ് ഇൻറ്റു എം എത്രയാണ് നമ്മളുടെ 60 ഇൻറ്റു വി എത്രയാണ് 20. നമുക്ക് വി മാത്രമല്ല വി സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ 20 സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു 60 ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറയുന്നത് 400. ഓക്കെ, ഇത് പല രീതിയിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്ക് നോർമൽ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു പോവാം. 60 ഇൻറ്റു ഇത് ആരാണ് ഇതിൻ്റെ അകത്ത് വരച്ചോണ്ടിരിക്കണത്? നിങ്ങൾ ഇതിൽ പണിയല്ലേ ട്ടാ. സോ 60 ഇൻറ്റു 400 എന്ന് പറയണത് 24,000 ഇൻറ്റു 1/2 എന്നല്ലേ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? 24,000 ഡിവൈഡഡ് ബൈ 2 എന്നാണ് അർത്ഥം. അത് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 12,000. അപ്പൊ നമ്മുടെ ആൻസർ 12,000 ജൂൾസ്. കിട്ടിയോ എല്ലാവർക്കും? ചെയ്തത് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചർ. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് മാസും വെലോസിറ്റി ഒക്കെ തന്നിട്ടുണ്ടായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നിട്ടുണ്ട് സ്പോർട്സ് കാർ ഇസ് മൂവിങ് അറ്റ് 4 meter per second. അപ്പൊ അവിടെ തന്നേക്കണ സാധനമാണ്. എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അല്ല, വെലോസിറ്റി ആണ്. വെലോസിറ്റി. ഓക്കെ, അതേപോലെ നമുക്ക് ഗിവൺ വെലോസിറ്റി ഈസ് എന്നൊന്നും പറഞ്ഞ് തരില്ല, അല്ലെങ്കിൽ മാസ് ഈസ് എന്ന് പറഞ്ഞിട്ട് തരില്ല. നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചെടുക്കണം? അതിന്റെ യൂണിറ്റ് വെച്ചിട്ടാണ്. ഇപ്പോ ദ വെയിറ്റ് ഓഫ് എ ഗേൾ, ഒരു കുട്ടിയുടെ വെയിറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞ് തരില്ല ഒരിക്കലും. ചിലപ്പോ തരാം, ചിലപ്പോ തരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ അകത്ത് കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് നോക്കും. കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാസ് ആയിരിക്കും. അതേപോലെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ആയിരിക്കും. ഇനി ജസ്റ്റ് മീറ്റർ എന്ന് മാത്രമൊക്കെ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എന്തായിരിക്കും അത്? ഡിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെങ്തോ ഒക്കെയാണ് നമ്മൾ മീറ്ററിൽ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ഇങ്ങനെ മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് സ്പോർട്സ് കാർ ഇസ് മൂവിങ് ഇറ്റ് 4 meter per second. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ തന്നിരിക്കുന്ന എന്താ? വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി നമുക്ക് 4 meter per second കിട്ടി. ഇഫ് ദ മാസ് ഓഫ് ദ കാർ ഇസ് 800 kilogram. അപ്പൊ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 800 kilogram. ഹൗ മച്ച് കൈനറ്റിക് എനർജി ഡസ് ഇറ്റ് ഹാവ്? അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കിയേ. 1600 ആണോ? പറയാം. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ, അതായത് 4 സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 800 into 16. 400 into 60 എന്ന് പറയുന്നത് 6,400 joules.
6400 joules. എല്ലാവർക്കും കിട്ടിയോ? കുറച്ചു പേരൊക്കെ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ആ വേഗം വേഗം ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് സമയം ഒരുപാട് എടുക്കരുത് ഈ പ്രോബ്ലത്തിനൊക്കെ. ടീച്ചർ ഒന്നും കൂടെ ഒന്ന് പറയൂ, മനസ്സിലായില്ല. അതായത് നമുക്ക് ക്വസ്റ്റ്യനില് രണ്ടും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിൽ ഇടണം. അതായത് കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ നമുക്കറിയാം. എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ. അപ്പൊ നമ്മള് ഹാഫ് എടുത്തെഴുതി. എം ദേ 800 ആണ്, അതെ ഇവിടെ നിന്ന് കിട്ടി. അടുത്തത് വി സ്ക്വയർ. വി എന്ന് പറയുന്നത് എന്തായിരുന്നു? 4 ആയിരുന്നു. അപ്പൊ വി സ്ക്വയർ. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തെടുക്കുക. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 into 800 into 1/2 എന്ന് പറയുമ്പോൾ 6400 ജൂൾ. പിടികിട്ടിയോ? ഇനി സംശയം ഉണ്ടോ? ചോദിച്ചോട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ചെയ്യാൻ പറ്റണ്ടോ എല്ലാവർക്കും? എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാവോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടിയത്? 1600 ആയിട്ടല്ലേ? 400 into 60. 12,000 ആണ് ആൻസർ കിട്ടിയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് അതിലും ഇതേപോലെ മാസ് 60 തന്നിട്ടുണ്ട്, വെലോസിറ്റി എന്ത് തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ 20 സ്ക്വയർ. അപ്പോ ഹാഫ് ഇൻറ്റു 60 ഇൻറ്റു 400. 60 into 400 എന്ന് പറയുന്നത് 2400 into ഹാഫ് എന്ന് പറയുമ്പോ 12,000 ആൻസർ കിട്ടും. കിട്ടിയോ? ചെയ്തോ? ആദ്യത്തെ തരണേ. രണ്ടാമത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ടീച്ചർ. രണ്ടാമത്തെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടി ടീച്ചർ. ഓക്കെ ഓക്കെ. $6,400 ആൻസർ കിട്ടി. സോ ഈ രീതിയിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അടുത്ത നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ അറിയാം. അത് വെച്ചിട്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. മാസ് ഓഫ് 100 kilogram is lifted at a distance of 50 meter. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഗിവൺ ടേംസ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം എടുത്തെഴുതുക. എന്താ? മാസ് തന്നിട്ടുണ്ട് അല്ലെ, 100 kilogram. പിന്നെ എന്താ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? mgh അല്ലെ? അപ്പോ മാസ് തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷന്റെ വാല്യൂ എത്രയാന്ന് നമുക്കറിയാം. ജിയുടെ വാല്യൂ എന്താ? 9.8 ആണ്. ഓക്കെ. ഇനി ഈ എച്ച് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് ഈക്വൽസ് ഡിസ്റ്റൻസ് 15 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈറ്റ് ആണ്. അപ്പോ ഹൈറ്റ് h is equals to 50. How much potential energy does it possess? Potential energy എത്രയായിരിക്കും? നമ്മൾ പിന്നെ ജിയും കൂടെ 9. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 49,000 ഇങ്ങനെ കിട്ടും. ഇക്വേഷൻ അകത്തേക്ക് എഴുതിയാൽ മതി. m into 100 into 50 into
ചെയ്തോ? ടീച്ചർ എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഞാൻ പെട്ടെന്ന് കട്ടായി പോയി. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട്, ഓക്കെ, ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതെന്താണ് അതിന്റെ ഹൈറ്റ് ആണെന്ന് മനസ്സിലാക്കണം. സോ അത് തന്നിട്ടുണ്ട്. പിന്നെ ഗ്രാവിറ്റേഷന്റെ വാല്യൂ, ജിയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ വാല്യൂ എപ്പോഴും ക്വസ്റ്റ്യനിൽ തരണം എന്നില്ല. ഈ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ്, അതായത് ഈ വാല്യൂ എപ്പോഴും ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ജിയുടെ വാല്യൂ എന്താ? 9.8 ആണ്. അത് ഗ്രാവിറ്റേഷന്റെ വാല്യൂ ആണ് കേട്ടോ. സോ ഈ 3 ആൾക്കാരെയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ ഏതാ? പൊട്ടൻഷ്യൽ എനർജി is equal to m into g into h. ഇവിടെ നമുക്ക് m തന്നിട്ടുണ്ട് 100 into g എത്രയാ? 9.8 into h എത്രയാ? 50. സോ 100 into 9.8 into 50 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 49,000. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കൂടെ കിട്ടിയോ എല്ലാവർക്കും? കിട്ടി ടീച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊന്ന് തന്നെത്താനെ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനല്ല. വായിച്ചോക്കെ. 70 കിലോഗ്രാം ഉള്ള ഒരു ഡൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുങ്ങാങ്കുഴി ഇട്ട് പോവില്ലേ, അവരാണ് ഡൈവ് ചെയ്ത് പോണവരാണ് ഡൈവർ എന്ന് പറയാ. ആ ഒരു ഡൈവർ 70 കിലോഗ്രാം, അയാളുടെ വെയിറ്റ് 70 കിലോ ഉണ്ട്. ഇനി ഒരു പ്ലാറ്റ്ഫോമിന്റെ പുറത്താണ് അയാൾ നിക്കണത്. അപ്പൊ നിങ്ങൾ ഒളിമ്പിക്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു നീണ്ട പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് നിന്ന് ചാടി അപ്പൊ ഉള്ളിലേക്ക് ചാടി പോണ അയാളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. സോ ആ പ്ലാറ്റ്ഫോമിന്റെ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് 35,000 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഹൗ ഹൈ ഇസ് എ പ്ലാറ്റ്ഫോം? ആ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് ഇവിടെ നിന്നാണ്, ഇതാണ് പ്ലാറ്റ്ഫോം. ഇവിടെയാണ് ഈ മനുഷ്യൻ നിക്കണത്. താഴെ പൂളാണ്. ഇയാള് ഇവിടെ നിന്ന് നേരെ ഡൈവ് ചെയ്ത് താഴത്തേക്ക് ചാടണം. അപ്പോ ഇവിടുത്തെ ഇയാളുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 70 കിലോഗ്രാം. അതേപോലെ ഈ പ്ലാറ്റ്ഫോമിന്റെ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് എത്രയാണ്? 35,000. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ എന്തുവാ? ഇത്രയും ഹൈറ്റ്, എത്ര ഹൈറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഗിവൺ ടേംസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് 70. ടീച്ചർ ആൻസർ 51.0204 ആണോ? പറയാട്ടോ. പൊട്ടൻഷ്യൽ എനർജി is equals to mgh. എച്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എച്ച് അവിടെ ഇടുക. പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ mg എന്ന് വരും ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ടായി 35,000 ഡിവൈഡഡ് ബൈ മാസ് എത്രയായിരുന്നു? 70 into 9.8. ആൻസർ ചെയ്ത് 51.0204. 35,000 by 17, 9.8, 686. 51.02. പോയിന്റ് കഴിഞ്ഞിട്ട് അത്ര പ്ലേസ് എടുക്കണം എന്നില്ല. 51.02 എടുത്താൽ മതി. 51.02.
ഇത്രയും യൂണിറ്റ് എന്ത് വരും? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ യൂണിറ്റ് എന്ത് വരും? മീറ്റർ. മീറ്റർ. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? സാധാരണ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ചോദിക്കുക. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ചെയ്തു, ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ആരെയാണ് കണ്ടുപിടിക്കേണ്ടിരുന്നത്? എച്ചിനെയാണ് കണ്ടുപിടിക്കേണ്ടിരുന്നത്. അപ്പൊ എച്ചിനെ നമ്മൾ അവിടെ തന്നെ ഇട്ട് എച്ചിന്റെ കൂടെ ഉണ്ടായിരുന്ന എം ജിനെ നമ്മള് എന്താക്കി? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ അയാൾ എന്തായി? ഡിവിഷൻ ആയി. ഓക്കെ. കാരണം ഇവിടെ എം ജി എന്ന് പറയുന്ന ആള് ഇൻറ്റു ആയിട്ടാണ് കടന്നിരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടായിരുന്നു. ഇപ്പുറത്ത് വരുമ്പോ ഡിവിഷൻ ആയി. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. അതിന്റെ അകത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? 51.02. അതായത് 51 മീറ്റർ. അതിനൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് 51 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് അയാൾ ചാടിയതെന്ന് പറയാൻ പറ്റും. കാര്യം മനസ്സിലായോ? പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. ഓക്കെ ടീച്ചറെ. ഓക്കെ, അപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മള് ഈ പ്രോബ്ലം ഒന്നും കൂടെ പറയുവോ? ഈ പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ മാസ് തന്നിട്ടുണ്ട്? എത്രയാന്ന് തന്നു? 70. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്ര തന്നു? 35,000. പിന്നെ വേറെ എന്ത് തന്നിട്ടുണ്ട്? വേറെ ഒന്നും തന്നിട്ടില്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്ത് സാധനമാണ്? ഹൈറ്റ് അല്ലെ? അപ്പോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽസ് ടു mgh. ഓക്കെ, ഇതിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത് h ആണ് അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ എച്ചിനെ ഞാൻ അവിടെ തന്നെ ഇട്ടു. കാരണം എനിക്ക് എച്ച് അല്ല കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഈക്വൽ ടു എച്ചിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്താവണം? ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തേക്ക് വന്നോല്ലോ. എന്നാലല്ലേ എനിക്ക് എച്ച് ഈക്വൽസ് ടു എന്ന് എടുക്കാൻ പറ്റുള്ളൂ. എച്ച് മാത്രം അവിടെ ഇട്ടു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ആരുണ്ട്? ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എം ജി എവിടെ വരും? ഡിവിഷനിൽ വരും. അപ്പൊ എനിക്കിപ്പോ ഇക്വേഷൻ കിട്ടി. ഹൈറ്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചത്. ഹൈറ്റിനുള്ള ഇക്വേഷൻ കിട്ടി. എച്ച് ഇസ് ഈക്വൽസ് ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ജി അല്ലേ? അപ്പൊ ഞാൻ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, അതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 35,000 ഡിവൈഡഡ് ബൈ മാസ് എന്തായിരുന്നു? മാസ് 70 ഇൻറ്റു ജി എന്തായിരുന്നു? 9.8. അത് ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്തതാണ് ഇപ്പോ ചെയ്തത്. എഴുപത് ഇൻറ്റു 9.8 എന്ന് പറയുന്നത് എന്ത് വരും? ഇത് ചെയ്യുമ്പോൾ എനിക്ക് 51.02 എന്ന് കിട്ടും. അതിന് നമുക്ക് 51 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. അത്രയും മീറ്റർ. മനസ്സിലായോ? മനസ്സിലായോ മാഡം? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. ഇനിയുള്ളതാണ് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാല് എനർജി ഒരിക്കലും പാഴായി പോകുന്നില്ല. അതാണ് നമ്മൾ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് പറയാം. അതായത് നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കി കളയരുത് എന്ന് പറയും അല്ലേ? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എപ്പോഴും വെള്ളം കൺസേർവ് ചെയ്യണം. സോ ഇവിടെ നമ്മള് എനർജി പോലെ കൺസേർവ് ചെയ്യണം എന്ന് പറയണം. അതായത് അതിനൊരു തിയറമാണ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് ഇൻ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഇത് നോക്കണമെന്നില്ല, നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം എനർജി കനോട്ട് ക്രിയേറ്റഡ്
ഓർ ഡിസ്ട്രോയ്. എനർജി ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അതാണ് കൺസർവേഷൻ. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ലേ സോളാർ എനർജി. സണ്ണിൽ നിന്ന് വരെ, സൂര്യനിൽ നിന്ന് വരുന്ന എനർജി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ലൈറ്റ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ഇതൊക്കെ ഓൾറെഡി നമ്മളുടെ നേച്ചറിൽ ഉണ്ടായിരുന്ന എനർജീസ് ആണ്. അതേപോലെ ഈ എനർജീസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത ലൈറ്റ്, ഇപ്പൊ നിങ്ങള് മഞ്ഞ ബൾബില് 100ന്റെ ബൾബ്, അതെങ്ങനെയാണ്? നമ്മള് കറണ്ട് ഇടുമ്പോഴാണല്ലേ ആ ലൈറ്റ് കത്തണത്. അപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ എനർജിയാണ് ആദ്യം അതിലെടുത്തത്. സ്വിച്ച് ഇട്ടു, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറി? സ്വിച്ച് ഇട്ടപ്പോഴാണ് ആ ബൾബ് കത്തിയത്. അപ്പൊ സ്വിച്ച് ഇടുമ്പോ അവിടെ ഉണ്ടാവുന്ന എനർജി എന്താ? ഇലക്ട്രിക്കൽ എനർജി അല്ലെ? അത് ഞാൻ ലൈറ്റ് ആയി കത്തിയപ്പോ, ബൾബ് കത്തിയപ്പോ അത് എന്തായിട്ട് മാറി? ലൈറ്റ് എനർജി ആയിട്ട് മാറി. പ്ലസ് അതിന്റെ കൂടെ ഒരു എനർജിയും കൂടെ ഉണ്ടാവും. ഏതാന്ന് പറയാമോ? ഓക്കെ. അപ്പൊ ഈ ലാമ്പ് കുറെ നേരം കത്തിക്കിടക്കുമ്പോ അതിന്റെ അകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ പറ്റിയ? ഇവിടെ സ്വിച്ച് ഇട്ടപ്പോ പ്രൊഡ്യൂസ് ആയ ഇലക്ട്രിക്കൽ എനർജി 2 എനർജി ആയിട്ട് ട്രാൻസ്ഫോം ആയി, ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ആയിട്ട്. അപ്പൊ അതാണ് പറയണത്, നമുക്ക് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം, ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എനർജി ആ ലൈറ്റിന്റെയും ഹീറ്റിന്റെയും സം ആയിരിക്കും. മനസ്സിലായോ? ഇതിൽ ഇപ്പൊ മോട്ടർ ഇടണ കാര്യം ആലോചിച്ചേ. നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണ് മോട്ടർ വർക്ക് ചെയ്ത് നമുക്ക് വെള്ളം കിട്ടണം അല്ലെ? അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്താവും? മെക്കാനിക്കൽ എനർജിയാണ് അവിടെ വരുന്നത് അല്ലെ? മിക്സി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്താക്കുവാണ്? മെക്കാനിക്കൽ എനർജി ആക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കണം. ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി. ഞാൻ ഒരു 10 മിനിറ്റ് ബ്രേക്ക് തരാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്ത് എനിക്ക് അയച്ചു തരോ? അയച്ചു തരണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ ലിങ്കിൽ കൂടെ എല്ലാരും ഒന്ന് കേറോ. അപ്പൊ എനിക്ക് ഇതിന്റെ ആൻസർ വേണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് എനിക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്ത് കാണിക്കാം. 10 kilogram boulder rests at the edge of a 100-meter cliff. How much potential energy does the rock possess? അതായത് ഒരു കുന്നിന്റെ മേലെ ഒരു വലിയ പാറക്കല്ല് ഇരിക്കുകയാണ്. ആ പാറക്കല്ലിന്റെ വെയിറ്റ് 10, ആ കുന്നിന്റെ ഹൈറ്റ് 100 മീറ്റർ. അവിടെ ഉണ്ടാവണ പൊട്ടൻഷ്യൽ എനർജിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി ആ പാറക്കല്ല് ഉരുണ്ട് താഴ്ത്തു വന്നു. അപ്പോ ഉരുണ്ടുരുണ്ട് വന്നപ്പോ അതിന് മോഷൻ ഉണ്ടായല്ലേ? അപ്പൊ അവിടെ എന്ത് എനർജിയാണുള്ളത്? കൈനറ്റിക് എനർജി. സോ അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല അല്ലെ? വെലോസിറ്റി നിങ്ങള് വെലോസിറ്റി നിങ്ങൾ ഒരു 5 meter per second എഴുതിയാൽ മതി.
5 ഇട്ടോ 5 മീറ്റർ പെർ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. വെലോസിറ്റി 10 മീറ്റർ സെക്കൻഡ് എന്താണ്? 10 അല്ല 5. ഓക്കെ ടീച്ചർ. ആ ആൻസർ ചെയ്തു ടീച്ചർ. പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടി? 9800. ഓക്കെ. കൈനറ്റിക് എനർജിയോ? 125. 125. 125. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. എത്ര പേർക്ക് കിട്ടിയ ആൻസർ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയണത് 98,000 വരും. സോറി 9,800 കൈനറ്റിക് എനർജി എന്ന് പറയണത് 125 കിട്ടും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പ്രോബ്ലം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു തരാമോ? ഒന്ന് എനിക്കത് പറഞ്ഞു തരാമോ? അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. മാസ് തന്നിട്ടുണ്ട് 10, ഹൈറ്റ് തന്നിട്ടുണ്ട് 100. വെലോസിറ്റി ഞാൻ പറഞ്ഞു 5 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാൻ. പിന്നെ ഗ്രാവിറ്റേഷന്റെ വാല്യൂ 9.8. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി, ക്വസ്റ്റ്യൻ നിന്ന് കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിരുന്നു അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh. അപ്പൊ m എന്ന് പറയുന്നത് 10 ഇൻറ്റു g എന്ന് പറയുന്നത് എന്താണ്? 9.8 ഇൻറ്റു h എത്രയാണ്? 100. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,800 എന്ന് കിട്ടും. ഇത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് ശരിക്കും, ഒന്ന് നോക്കിയാ മതി. മനസ്സിലായോ? കിട്ടിയോ? കിട്ടി ടീച്ചർ, മനസ്സിലായി. ഓക്കെ. ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് mv² അല്ലെ. ഹാഫ് ഇൻറ്റു m എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 ഇൻറ്റു v എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5². 5² എത്ര? 25. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായില്ലേ? മനസ്സിലായി. വെലോസിറ്റി മനസ്സിലായി ടീച്ചറെ. ആ ഓക്കെ. വെലോസിറ്റി എന്താ ചോദിച്ചു വന്നത്? ആരോ ചോദിച്ചല്ലോ എന്തോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് വെലോസിറ്റി 5.2 അല്ലേ? 5.2 ആ? 5 ആണ് ഞാൻ വെലോസിറ്റി എടുക്കാൻ പറഞ്ഞത്. വെലോസിറ്റി v is equals to 5 per second എടുക്കാനാ പറഞ്ഞ. അപ്പോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഹാഫ് ഇൻറ്റു m ഇൻറ്റു v², 25. പിന്നെ ആൻസർ 125. കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഓക്കെ അല്ലേ?
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. വർക്ക് പറഞ്ഞു. എന്തായിരുന്നു വർക്ക്? എന്തായിരുന്നു? വർക്കിനെ നമുക്ക് എങ്ങനെ പറയാം? F into D. Force into distance. Force into distance. Or Force into distance. ഡിസ്റ്റൻസ് ഇതായിരുന്നു വർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും അതിന്റെ ഇക്വേഷനോ V is equal to F into W is equal to F into S D. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ്. ഇനി അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? joules. ജൂള്. F into Okay. joule. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് പവർ. Power is equal to work divided by time. ഓക്കെ. നമുക്ക് ഒരു വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം. ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് ചെയ്യണതിനെ നമ്മൾ പവർ എന്ന് പറയും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുവാണെങ്കിൽ പവർ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ പവറിന്റെ ഇക്വേഷൻ ആണ് P is equals to W by T. ഓക്കെ. യൂണിറ്റ് എന്തായിരുന്നു പവറിന്റെ? FD divided by time. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോ യൂണിറ്റ് എന്ത് വരും പവറിന്റെ? Watt. വാട്ട്. വേറൊരു യൂണിറ്റ് എന്ത് വരും? Joule. ജൂൾ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ. Joule per second. പിന്നെ എനർജി എന്താണ്? Ability to do work. ഓക്കെ. എബിലിറ്റി ടു ഡു വർക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആണ് നമ്മൾ എന്ത് പറയാ? എനർജി എന്ന് പറയാം. രണ്ട് ടൈപ്പ് എനർജി ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെയാ അത്? And potential energy. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് ഉണ്ടാവുന്നത്? പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള എനർജി ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ Weight into height. വെയിറ്റ് ഇൻടു ഹൈറ്റ് അല്ലെങ്കിൽ mgh. ഇനി കൈനറ്റിക് എനർജി ഒരു ബോഡിക്ക് Half into Half into mv square. Half into m into v. G സ്ക്വയർ. ഓക്കെ. എപ്പോഴാണ് ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്? When it's moving. move ചെയ്യുമ്പോൾ. Motion. ഓക്കെ ഓക്കെ. Motion. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. Motion. കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു? Energy can neither destroy nor be created. neither created nor be destroyed. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം? can be transformed from one form to another. അല്ലെ? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അതാണ് എന്ത്? കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാട്ടോ. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്ത്. ഇനി നിങ്ങൾക്ക് മറ്റേ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായില്ലേ? അതെല്ലാരും ചെയ്തോ? അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ അതൊന്നും ഷെയർ ചെയ്യാട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? When a body falls freely towards there, then its total energy. ഒരു ബോഡി മുകളിൽ നിന്ന് വെറുതെ വീഴുവാണ്. അപ്പൊ അതിന്റെ എനർജി എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എപ്പോഴും എനർജി കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും അത് താഴത്തേക്ക് വീഴണത്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്
ഇത് ചെയ്തു നോക്കിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിയേ? SI യൂണിറ്റ് ഓഫ് വർക്ക്. വർക്കിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂള്. അപ്പൊ Watt. JOULE. അപ്പൊ അപ്പുറത്ത് ജൂൾ. ആ ഫസ്റ്റ് ജൂൾ വരും, ഇവിടെ ജൂൾ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വർക്ക് ഡൺ ഇഫ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അപ്പോൾ ഉള്ള വർക്ക് എന്ത് വർക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം അല്ലെ? ഇനി അപ്പൊ നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഇനി വർക്ക് 0 ആവണ കണ്ടീഷൻ ഉണ്ട്. വർക്ക് 0 ആവണ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഈ ഫോഴ്സും ഈ പറഞ്ഞ ഡിസ്റ്റൻസും പെർപെൻഡിക്കുലർ ആവണ സമയത്ത്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി 90 ഡിഗ്രി ആവണ സന്ദർഭത്തിൽ വർക്ക് ഡൺ എന്ന് പറയണത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് അത് നിങ്ങൾ പഠിച്ചു വെച്ചാ മതി. തിരിച്ച് ഇനീഷ്യൽസ് എവിടെ തന്നെ വരുമ്പോഴത്തേക്കും തിരിച്ച് വരണത് മാത്രല്ല, അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ തലയിൽ ചുമന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മതില് തള്ളിക്കൊണ്ട് നിക്കണം എന്ന് പറഞ്ഞു. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ വീടിന്റെ മതില് കുറെ നേരം നമ്മൾ ഫോഴ്സ് കൊടുത്ത് തള്ളിക്കൊണ്ട് നിന്നു, പക്ഷെ അവിടെ ഡിസ്റ്റൻസ് ഉണ്ടോ? മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഞാൻ ഫോഴ്സ് ഇഷ്ടം പോലെ കൊടുത്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ വർക്ക് എന്താവും? 0 വർക്ക് ആവും. അതൊരു കണ്ടീഷൻ. അതേപോലെ വർക്ക് 0 ആവണ വേറൊരു കണ്ടീഷൻ ആണ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഡിസ്റ്റൻസ്. ഫോഴ്സും ഡിസ്റ്റൻസും 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് ഡൺ എന്താകും? 0 ആകും. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. 0 വർക്ക് എന്ന് പറയുന്ന കേസ് ഉണ്ട്. വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആവണ കേസ് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ, അല്ലെങ്കിൽ ഫോഴ്സ് 0 ആകുമ്പോൾ, അല്ലെങ്കിൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഡിസ്റ്റൻസ്. ഫോഴ്സും ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആവണ കണ്ടീഷൻ. ഇതാണ് 0 വർക്ക് എന്ന് പറയുന്ന കേസ്. ഈ 3 കേസാണ് 0 വർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഇഫ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അവിടെ ആൻസർ എന്ത് വരും? 0. അപ്പൊ ഇവിടെ ഇത്രയും സ്ഥലത്ത് എന്ത് വരും? ZDRO 0 എന്ന് വരും. ഓക്കെ, അടുത്ത നോക്കേ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്താണ്? പവർ. ഇപ്പൊ 7th പൊസിഷൻ ഇവിടെ POWER പവർ എന്ന് വരും. അടുത്തത് എന്താണ്? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു വിച്ച് ഓഫ് ഇറ്റ്സ് മോഷൻ? കൈനറ്റിക് എനർജി. Kinetic energy. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി വരും. ഇനി അടുത്തത് എബിലിറ്റി ടു ഡു വർക്ക്. എന്ത് സാധനമാണ്? എനർജി. രണ്ടാമത്തത് ഇവിടെ എനർജി എന്ന് വരും. ഓക്കെ, അടുത്തത് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി വിച്ച് ഓഫ് ഇറ്റ്സ് പൊസിഷൻ? പൊട്ടൻഷ്യൽ എനർജി. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വരും. അടുത്തത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും അഞ്ചാമത്തെ ആൻസർ എന്ത് വരും? Work. വർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SI യൂണിറ്റ് ഓഫ് പവർ. വാട്ട്. കിട്ടിയല്ലോ. അതിന്റെ ആൻസർ ഇപ്പുറത്തുണ്ട്. ഞാൻ ഈ ആൻസർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ചെയ്ത് നോക്കാം. സംശയം
ഇതിനകത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായല്ലോ. നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് ഡാഷ് ആൻഡ് ഡിസ്റ്റൻസ്. എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നതിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ പ്രോഡക്റ്റ് ആയിരുന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഇവിടെ വർക്ക് ഡൺ ഇസ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റു ആണ് അല്ലെ? പ്രോഡക്റ്റ് ഓഫ് ഡാഷ് ആൻഡ് ഡിസ്റ്റൻസ്. ആ ഡാഷ് ആണ് ആര്? ഫോഴ്സ്. ആ അടുത്തത് നോക്കിയേ, if the angle between force and displacement is dash, then the work done is said to be 0. നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ആംഗിൾ എത്രയാകുമ്പോ വർക്ക് 0 ആയിരിക്കും എന്ന് പറഞ്ഞു? 90 ഡിഗ്രി. ആ അതാണ് അവിടെ ആൻസർ. 90 ഡിഗ്രി കിടപ്പുണ്ട്. എനർജി ഓഫ് എ ബോഡി is defined as a capacity or ability to do work. അപ്പൊ എനർജിനെ നമ്മൾ എപ്പോഴും എങ്ങനെ പറയണം? കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലെങ്കിൽ എബിലിറ്റി ടു ഡു വർക്ക്. അടുത്ത മെക്കാനിക്കൽ എനർജി ഇൻക്ലൂഡ്സ് ഡാഷ് ആൻഡ് ഡാഷ്. എന്തൊക്കെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്? Kinetic energy and potential energy. സം ആണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത എനർജി ക്യാൻ ഐദർ ബി ഡാഷ് Created or destroyed. nor destroyed. അടുത്തത് ഡാഷ് is defined as a rate of doing work. Rate of Power. dash is a commercial unit of energy is dash. എന്താ? കിലോവാട്ട് അവർ. എനർജിയുടെ കമേഴ്ഷ്യൽ നമ്മൾ നോർമലി ജൂളിലാണ് പറയാ, അല്ലാതെ യൂസ് ചെയ്യണ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അത് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചേക്ക. കിലോ വാട്ട് അവർ ആണ് നമ്മള് എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ്. പിന്നെ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. പവറിന്റെ യൂണിറ്റ് എന്താണ്? കോളമേലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പവറിന്റെ യൂണിറ്റ് വാട്ട്. മൂന്നാമത്തെ കിടപ്പുണ്ട്. പിന്നെ കൈനറ്റിക് എനർജി ഹാഫ് എം പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം വി സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി അത് ഇപ്പുറത്ത് കിടപ്പുണ്ട്. എനർജി possessed by a body due to its position. യൂണിറ്റ് വർക്ക് ഇപ്പുറത്ത് കിടപ്പുണ്ട് ജൂൾ. പിന്നെ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്ന അതാണ് ഈ ഇവിടെ നാലാമത് കിടക്കണത്. The applied force on an object and displacement is opposite direction. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവ് വർക്ക് ആവും. എത്ര ടൈപ്പ് വർക്ക് പഠിച്ചു? 0 വർക്ക് പറഞ്ഞു, പിന്നെ ഇപ്പൊ നെഗറ്റീവ് വർക്ക് പറഞ്ഞു. ഈ കണ്ടീഷൻ വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആവണ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്നില്ലേ ഫോഴ്സ് 0 ആവുമ്പോ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുമ്പോ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ ആംഗിൾ എത്ര ആവുമ്പോഴാണ്? 90 ഡിഗ്രി ആവുമ്പോ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുമ്പോ. ഇതൊരു കണ്ടീഷൻ. ഇത് 0 വർക്ക്. അടുത്തത് വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുമ്പോ. നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോ. ഇത് നെഗറ്റീവ് വർക്ക്. ഈ കണ്ടീഷനും അറിഞ്ഞു വെച്ചേക്കാം. എഴുതി വെച്ചോടെ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. ഇത്ര ക്ലിയർ ആയിട്ട് ഒന്നും കൂടി എഴുതാമോ? അതായത് ഏത് പോർഷനാ മനസ്സിലാത്ത? നെഗറ്റീവ് വർക്കാണ്. ടീച്ചർ ഇപ്പൊ അതിന്റെ ഇക്വേഷൻ പറഞ്ഞില്ല. അപ്പൊ നെഗറ്റീവ് വർക്ക് അതെന്ന് പറയണത് ഫോഴ്സ്. അത് നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് എഴുതണ്ട. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്നും മനസ്സിലാവുള്ളല്ലേ? ഒന്നും കൂടെ എഴുതാം.
F and D. Opposite direction. Opposite എന്ന് എഴുതിയാൽ മതി. അതാണ് നെഗറ്റീവ് വർക്ക്. പിടിയോ? നോട്ട് ചെയ്ത് വെച്ചോ. അതാണ് നെഗറ്റീവ് വർക്കിന്റെ കേസ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല ടീച്ചർ. അപ്പൊ അടുത്തത് നോക്കിയേ. എഫ് പവർ. പവർ ഇപ്പുറത്ത് ആരായിട്ടാണ് മാച്ച് ആവണത്? ഇവിടെ തന്നെ ഉണ്ട്. റേറ്റ് ഓഫ് ഡൂയിങ് പവർ. പവർ അപ്പൊ ഇവിടെയാണ് മാച്ച് ആവണത്. അടുത്തത് എക്സ്പ്രഷൻ ഓഫ് കൈനറ്റിക് എനർജി. അത് അപ്പുറത്ത് കിടപ്പുണ്ട്. എന്തായിരുന്നു എനർജി പോസസ്ഡ് ബൈ ബോഡി ഡ്യൂ ടു എക്സ്പ്രഷൻ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അതെന്താണ്? ഹാഫ് mv² ആണ്. കേട്ടോ? അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. നമുക്ക് എങ്ങനെ പറയാം? ചേഞ്ച് ഓഫ് എനർജി one form of energy ഒരു ഫോമിൽ മറ്റൊന്നിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി എന്ന് പറയാം. അപ്പൊ അതും ക്ലിയർ ആയി. പിന്നെ ഇനി ക്വസ്റ്റ്യൻ ചെയ്തതിൽ എവിടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു 20 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ചെയ്ത് നോക്കിയോ എല്ലാരും? ആൻസർ കീ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇത്ര അടുത്തതിൽ എന്തെങ്കിലും സംശയം? ചാപ്റ്റർ കഴിഞ്ഞു. ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്തു. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഇതിന്റെ കൂടുതൽ നോട്ട്സ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവരുടെ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രോബ്ലംസിനെയും ഞാൻ ചെയ്യാൻ തരാം. അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ കുറെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ പ്രാക്ടീസ് ആവണത്. ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് ജസ്റ്റ് തിയറി അറിഞ്ഞ് പോവാവുന്നേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അതാണ് മെയിൻ. പ്രോബ്ലംസ് ഇട്ട് തന്നേക്കാം. അടുത്ത ക്ലാസ് നമ്മള് ഏതാണ്? വേറൊരു PDF അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിന്റെ ആൻസർ കീ ഒന്ന് തരുമോ? അതിന്റെ ആൻസർ കീ ഞാൻ ഇട്ടേക്കാം, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതിന്റെ രണ്ടിന്റെ ആൻസേഴ്സ്. ഓക്കെ ടീച്ചർ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ ആയിരിക്കും. ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഏതെങ്കിലും ചാപ്റ്റർ ആയിരിക്കും എടുക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫുൾ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ ഈ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ നമുക്ക് അറിയാനായിട്ട്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് സംശയങ്ങൾ എന്തെങ്കിലും? ഇല്ല ടീച്ചർ. ആർക്ക് സംശയം? എല്ലാം മനസ്സിലാക്കിയോ? എല്ലാം മനസ്സിലായി. ഓക്കെ ഓക്കെ. എന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായി. ഒന്നും കൂടെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ എന്താ ചോദിക്കാത്ത? പേഴ്സണൽ മെസ്സേജ് അയച്ചു കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. ഇപ്പൊ എന്താ ചോദിക്കണില്ലേ?
നമുക്ക് കുറച്ചു നേരം കൂടെ അവൈലബിൾ ആണ്. ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ല. സർ ഓക്കെ ടീച്ചറെ, നമുക്ക് സെഷൻ കഴിഞ്ഞെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്തോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടീച്ചറെ ഹോസ്റ്റിംഗ് Thank you, Leave teacher. ചെയ്തോ. Thank you, എന്താണ് sir? teacher. ഹോസ്റ്റിംഗ് ഒന്ന് തിരിച്ചും ചെയ്തു. you, teacher. ഓക്കെ ഓക്കെ ശരി ചെയ്തേക്കാം. Thank you, teacher. താങ്ക് യു ടീച്ചർ. ഓക്കെ ഓക്കെ താങ്ക് യു. ബൈ. Thank you, teacher. താങ്ക് യു ടീച്ചർ. Thank you, teacher.